ുമില്ല. നല്ല മനുഷ്യന്റെ റൂഹാണ് പിടിച്ചതെങ്കിൽ അസ്രായീൽ അലൈഹിസ്സലാം ആ റൂഹുമായിട്ട് മാനത്തേക്ക് പറന്നു പോകുമ്പോ നെയ്യിൽ നിന്ന് വെണ്ണയിൽ നിന്ന് നൂല് വലിക്കുന്ന മാതിരിയാണ് ആ റൂഹിനെ പിടിക്കുക എന്ന് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട്. ആ റൂഹുമായിട്ട് ആകാശത്തേക്ക് അസ്രായീൽ പറക്കുമ്പോൾ വാനലോകവും ഭൂമിലോകവും സുഗന്ധം കൊണ്ട് നിറയുകയാണ്. അള്ളാഹുവിന്റെ റസൂല് പറയുകയാണ്, ആളുകൾ ചോദിക്കും, അസ്രായീലേ, ഇതാര റൂഹ? എന്തോ ഒരു മണം, എന്തോ ഒരു പരിമളം, ആരാ മരിച്ചത്? അസ്രായീൽ ഭൂമിയിൽ വെച്ച് അദ്ദേഹത്തെ കുറിച്ച് പറയുന്ന ഏറ്റവും നല്ല പേരുകൊണ്ട് അദ്ദേഹത്തെ പരിചയപ്പെടുത്തും. പേര് നന്നാകണം എന്നുള്ളത് ആ കൂട്ടത്തിൽ കൂടി ഞാൻ പറയാണ്. അസ്രായീൽ മലക്കുകളോട് പറയും, ഇത് ഇന്ന ഇന്ന അബ്ദുൽ ഖാദിറിന്റെ റൂഹാണ്, ഇത് ഇന്ന ഇന്ന മുഹമ്മദ് മുസ്തഫയുടെ റൂഹാണ്, ഇത് ഇന്ന ഇന്ന അഹമ്മദിന്റെ റൂഹാണ്, ഇത് ഇന്ന അബൂബക്കറിന്റെ റൂഹാണ്. ഇന്ന് പിന്നെ അങ്ങനൊന്നുമല്ല, ഇന്ന് പേരൊക്കെ വലിയ അത്ഭുതമുള്ള പേരാ. അപ്പൊ പേരിടുമ്പോഴും ശ്രദ്ധിക്കണം. അസ്രായീൽ നമ്മെക്കുറിച്ച് പരിചയപ്പെടുത്തുന്ന പേര് നല്ല പേരായിരിക്കണം. ആ റൂഹ് അങ്ങനെ മുന്നോട്ട് പോയി ഓരോ ആകാശത്തിന്റെയും വാതിലുകൾ ആ റൂഹിന് വേണ്ടി തുറന്നു കൊടുക്കും മലായിക്കത്തെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബിഹി വസല്ലം നമ്മെ ഉണർത്തുന്നു. അവസാനം അള്ളാഹുവിന്റെ അടുക്കലെത്തും. അള്ളാഹു പറയും, ആ നല്ല ഏടിൽ എന്റെ ഈ അടിമയുടെ സൽകൃത്യങ്ങൾ രേഖപ്പെടുത്തുക. അപ്പോഴേക്ക് ഇവിടെ കുളിപ്പിക്കൽ കഴിഞ്ഞു. ഇതൊക്കെ നടക്കുമ്പോഴാണ് അവിടെ ഈ റൂഹിനെ കൊണ്ടുപോയി നടന്നത്. മോശപ്പെട്ട മനുഷ്യനാണെങ്കിൽ പരുത്തിയിലൂടെ ഇരുമ്പിന്റെ കൊളുത്തിട്ട് വലിക്കുന്ന പോലെ അവന്റെ റൂഹ് പിടിക്കുമെന്ന് അള്ളാഹുവിന്റെ റസൂൽ. അങ്ങനെ അവനെ കൊണ്ടുപോകുമ്പോൾ അവൻ പറയും, എന്നെ കൊല്ലല്ലേ, എന്നെ മരിപ്പിക്കല്ലേ എന്ന്. ദുർഗന്ധം വാനലോകവും ഭൂമിലോകവും നിറയും. ആകാശത്തേക്ക് അവൻ എത്തുമ്പോഴേക്ക് ആ മലായികത്ത് ചോദിക്കും, അസ്രായീലേ, ഇതാരുടെ റൂഹാണ്? ഭൂമിയിൽ അവന്റെ വൃത്തികെട്ട പേര് കൊണ്ട് അവനെ പരിചയപ്പെടുത്തും. അള്ളാഹു പറയുന്നു, കാണണ്ട, അങ്ങറിയുക, വലിച്ചെറിയുക. അവന്റെ റൂഹിനെ അജ്ഞാതമായ പ്രേതം പോലെ മലായികത്ത് വലിച്ചെറിയുമ്പോൾ അത് ഭൂമിയിലെത്തുന്നു. അപ്പോഴേക്ക് നമ്മൾ മയ്യിത്തും കട്ടിൽ കൊണ്ടുപോയിട്ട് ഇറക്കി വെച്ചിരിക്കുകയാണ്. മൂനായ മനുഷ്യന്റെ മുമ്പിൽ ഖബറതാ വിശാലമാകുന്നു. അവിടെ അതാ നല്ല വെള്ള വസ്ത്രം ധരിച്ച സുന്ദര കോലങ്ങൾ വന്നിരിക്കുന്നു. ചോദിക്കുന്നു, നിങ്ങൾ ആരാണ്? മരിച്ചുപോയ മൂമിൻ ചോദിക്കുന്നു, നിങ്ങൾ ആരാണ് ഇത്ര സുന്ദരന്മാർ? അവര് പറയുന്നു, ഞങ്ങൾ നീ ചെയ്ത സാലിഹായ അമലുകളാണ്, നിന്റെ നമസ്കാരമാണ്, നിന്റെ നോമ്പാണ്, നിന്റെ സക്കാത്താണ്, നിന്റെ ഹജ്ജാണ്, നിന്റെ സദഖയാണ്, നീ പള്ളിക്ക് വേണ്ടി കൊടുത്ത ചില്ലാനമാണ്, നീ മസ്ജിദിന് വേണ്ടി കൊടുത്ത നോട്ടിന്റെ കെട്ടാണ്, നീ റബ്ബിന് വേണ്ടി ചെലവഴിച്ചതാണ്, നിന്റെ സദഖയാണെന്ന് പറയുന്നു. വൃത്തികെട്ടവന്റെ കാര്യത്തിലോ ഖബറതാ ഇടുങ്ങുന്നു, ഖബറിടമേ ഇടുങ്ങുക എന്ന് പറയുമ്പോഴേക്ക് ഖബറവനെ ഞെക്കി ഞെരിഞ്ഞമർത്തുന്നു. കുറെ കരിമ്പൂതങ്ങളെ പോലെ, കരിക്കട്ട പോലെ കറുത്ത കോലങ്ങൾ വന്നവന് ചുറ്റും നിറയുന്നു. അവൻ പേടിച്ച് ബേജാറാകുന്നു. നിങ്ങൾ ആരാണ്? എന്തിനാണ് എന്നെ പേടിപ്പിക്കുന്നത്? നിങ്ങൾ ആരാണ് എന്ന് പറയുമ്പോഴേക്ക് ആ കോലങ്ങൾ പറയുന്നു ഖബറിൽ വെച്ച്, ഞങ്ങൾ നീ ചെയ്ത തെറ്റുകളാണ്, നിന്റെ പാപങ്ങൾ, നിന്റെ തിന്മകൾ. നീ റമളാനിനെ പരിഹസിച്ചവനാണ്, നീ നമസ്കാരം ഉപേക്ഷിച്ചവനാണ്, നീ റബ്ബിനെ ധിക്കരിച്ചവനാണ്, നീ റസൂലിനെ ധിക്കരിച്ചവനാണെന്ന് പറയുന്നു. പരിശുദ്ധ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബിഹി വസല്ലം ഈ കഥ പറയുന്നു. ഖബറിൽ ഇതൊക്കെ നടക്കുമ്പോഴേക്ക് മയ്യിത്തും കട്ടിൽ നമ്മൾ തലയിൽ ചുമക്കുകയാണ്.